ഓം ശ്രീ സായിരാം. എല്ലാമായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി എവിടെയാണെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ പറയാറുണ്ട് സ്വാമി നമ്മുടെ ഉള്ളിലാന്ന് പറയാറുണ്ട്. ഒരു നിമിഷം നമ്മളെല്ലാവരും ആലോചിക്കുക, സ്വാമി നമ്മുടെ ഉള്ളിലാണെന്ന് എത്ര പേര് സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ജീവിക്കുന്നുണ്ട്? കൊടൈക്കനാലിൽ അന്നത്തെ ഗവർണർ സി സുബ്രഹ്മണ്യം വരണ ദിവസം സ്വാമിയുടെ ദർശനത്തിന് വരികയാണ്. അതെ, ഗവർണർ ദർശനത്തിന് വരികയാണ്. ഒരു മാസം മുമ്പ് സ്വാമി 2 കുട്ടികളോട് എന്നും പ്രസംഗിക്കാൻ പറയും. അതിലൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴത്തെ ബൃന്ദാവൻ കോളേജിൻ്റെ വാർഡൻ രവികുമാർ സാറ്. ഇവർ പഠിക്കുന്ന കുട്ടികളാണെന്ന് ഒന്ന് ഗോപിചന്ദ്, ഒന്ന് രവികുമാർ, 2 പേര്. ഇവരെ കൊണ്ട് എല്ലാ ദിവസവും സ്വാമി പ്രസംഗിപ്പിക്കും. ഇവർക്കും അറിയില്ല എന്തിനാ ഞങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കേണ്ടത് അറിയില്ല, എന്നിങ്ങനെ പ്രസംഗിപ്പിക്കും. അവസാനം ഗവർണർ വന്നു. 10-30 കുട്ടികളുണ്ട് സ്വാമിയുടെ കൂടെ കൊടൈക്കനാലിൽ വന്ന കുട്ടികൾ. ഗവർണറോട് ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വാമി പറയുകയാണ്, സുബ്രഹ്മണ്യം, ഇവരുടെ ഏത് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചോളൂ, ഏത് ടോപ്പിക്ക്, ഏത് വിഷയം വേണമെങ്കിൽ കൊടുത്തോളൂ. 1 മണിക്കൂർ അവർ സംസാരിക്കും. 1 മണിക്കൂർ സംസാരിക്കും, എന്ത് ടോപ്പിക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ. അപ്പോൾ ഗവർണർ പറഞ്ഞു, സ്വാമി ടോപ്പിക്ക് കൊടുക്കില്ല, ഞാൻ ടോപ്പിക്ക് കൊടുക്കില്ല, നിങ്ങൾ തന്നെ കൊടുത്തോളൂ ടോപ്പിക്ക്. 30 കുട്ടികളെ ആരെ വേണമെങ്കിൽ വിളിച്ചു. എല്ലാവരും ഭജന പാടുന്ന കുട്ടികളെ, പ്രസംഗിക്കുന്ന കുട്ടികൾ 2 പേരേ ഉള്ളൂ. സ്വാമി പ്രസംഗിപ്പിക്കുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും തലകുനിച്ചിരിക്കുക, എന്നെ വിളിക്കുമോ എന്ന് പേടിയാണ് അവർക്ക്. ടോപ്പിക്ക് അറിയാത്തതാണ് എന്ത് ചെയ്യും സ്വാമിയുടെ മുമ്പിൽ. ഗവർണർ എല്ലാവരെയും ഇങ്ങനെ നോക്കി. എല്ലാവരെയും നോക്കിയിട്ട് ഈ ഇന്നത്തെ രവികുമാർ സാറിനെയും ഗോപിചന്ദിനെയും പ്രസംഗിക്കാൻ വിളിക്കുകയാണ്. അവരെ മാത്രം വിളിച്ചുള്ളൂ. അവർ ടോപ്പിക്ക് കൊടുത്ത് 1 മണിക്കൂർ സുന്ദരമായിട്ട് 2 പേരും കൂടി 1 മണിക്കൂർ സംസാരിച്ചു. ഗവർണർ തിരിച്ചുപോയി. ഗവർണർ തിരിച്ചു പോയപ്പോൾ സ്വാമി കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണ്. സ്വാമി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗവർണർ ഈ 2 പേരെയും വിളിക്കാനുള്ള കാരണം? 30 കുട്ടികളുണ്ട്, ആരെ വേണമെങ്കിൽ ഗവർണർ വിളിക്കായിരുന്നില്ലേ? ഈ 2 കുട്ടികളെ മാത്രം ഗവർണർ വിളിക്കാനുള്ള കാരണം എന്താണ്? സ്വാമി പറഞ്ഞ മറുപടി എന്താ അറിയോ? അവൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ പറഞ്ഞു ഇവരെ 2 പേരെയും വിളിക്കാനായിട്ട്. അവൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ പറഞ്ഞു ഈ 2 പേരെയും വിളിക്കാനായിട്ട്. ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലിരുന്നാണ് ഭഗവാൻ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഉള്ളിൽ സ്വാമി ഇരിക്കുന്നു എന്നുള്ള ഭാവത്തോടു കൂടി ഓരോ നിമിഷവും ജീവിക്കാൻ ഒരുപാട് ശ്രദ്ധ ആവശ്യമുണ്ട്. ആ ശ്രദ്ധ തരാൻ, നമുക്കെല്ലാവർക്കും തരാൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായി.